ഹലോ, നമസ്കാരം. ഷാനി ഫൈരൂരാണ്, തിങ്കളാഴ്ച പാട്ടുകാരൻ. അപ്പോൾ ഞാൻ നിലവിൽ ഇന്നിപ്പോൾ ഒരു വീഡിയോ വരാൻ കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു കേസാണ്. നമ്മുടെ ഇന്ന് മലയാളികളാണെങ്കിലും അല്ലെങ്കിൽ തൊപ്പിയെ ഇഷ്ടപ്പെടുന്നവരും തൊപ്പിയെ വിമർശിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇന്നത്തെ ഒരു ദിവസം തൊപ്പിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു വിഷയം കേട്ടാണ് ഇന്നത്തെ ഒരു പ്രഭാതം എല്ലാവരും ഉണർന്നത് എന്നറിയാം. തൊപ്പിയുടെ വീഡിയോസ് യൂട്യൂബിൽ കയറിയിട്ട് ഇന്നേവരെ ഞാൻ വാച്ച് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. രണ്ടാമത്തെ കാരണം, ഈ ഫേസ്ബുക്കിൽ വരുന്ന കുറച്ച് ഇഷ്യൂസുകൾ കണ്ടും കേട്ടും വായിച്ചറിഞ്ഞുമൊക്കെയുള്ള പരിചയമാണ് തൊപ്പിയെക്കുറിച്ച്. തൊപ്പിയെ ഇന്ന് അറസ്റ്റ് ചെയ്തതിൽ അതിന് മാത്രമുള്ള ഒരു കേസായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മളുടെ അധികാരികൾ തൊപ്പിക്കെതിരെയുള്ള വിമർശനം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളാഞ്ചേരിയിലെ കട ഉദ്ഘാടനത്തിന് വന്ന സമയത്ത് തെറിപ്പാട്ട് പാടി, അതും വളി എന്ന് പറയുന്ന ഒരു വാചകം അല്ലെങ്കിൽ വളി എന്ന് പറയുന്ന ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു സോങ് അദ്ദേഹം പാടി. അതും അത്യാവശ്യം കുറച്ച് തൊപ്പിയുടെ ഫാൻസ് ടീമിൻ്റെ മുന്നിൽ വെച്ച്, അല്ലെങ്കിൽ കുറച്ച് പ്രേക്ഷകരുടെ മുന്നിൽ വെച്ച്. രണ്ടാമത്തെ കേസ് ഗതാഗത തടസ്സം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു അവസ്ഥ പല സമയത്തും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചിയിലാണെങ്കിൽ ഒരു സമയത്ത് സണ്ണി ലിയോൺ വന്നിട്ടുള്ള ഉദ്ഘാടന കാര്യങ്ങൾ റോഡ് ബ്ലോക്കായിട്ടും ഗതാഗത തടസ്സം ഉണ്ടാക്കിയിട്ടും, അതിലുപരി ഒരു ഡ്രസ്സിംഗ് കോഡാണെങ്കിലും നമുക്കറിയാം ഇപ്പോഴത്തെ ജനറേഷനെ മറ്റു രീതിയിൽ കാണുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടാണ് അന്നും അവിടെ ഒരു ഇനാഗുറേഷൻ കഴിഞ്ഞത്. അതിലുപരി ഇപ്പോൾ വളി എന്ന് പറയുന്ന ആ ഒരു വാക്കിനെ കുറിച്ചാണ് അറസ്റ്റ് എങ്കിൽ, വളി എന്ന് പറയുന്ന ആ ഒരു സംഭവം കുറേ കാലങ്ങൾക്ക് മുമ്പേ നമ്മൾ കേട്ടുപതിഞ്ഞതാണ്. പല വീഡിയോസും കാണാനിടയായി സപ്പോർട്ട് ചെയ്തിട്ട്. നമ്മളുടെ മലയാളത്തിൻ്റെ മഹാനടൻ ലാലേട്ടൻ ഒരു സമയത്ത് തേന്മാവിൻ കുമ്പത്തിൽ വളിയെക്കുറിച്ചിട്ട് ഏകദേശം ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡോളം പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട് വളർന്ന എൻ്റെ പ്രായക്കാർ ഒരുപാടുണ്ടായിരിക്കാം. അതിനുശേഷം അതേ ലാലേട്ടൻ തന്നെ ഇപ്പോൾ ഈ ജനറേഷന് വേണ്ടിയിട്ട് ബിഗ് ബോസിലൂടെ അങ്ങനെ ഒരു ചോദ്യവുമായി ഉന്നയിച്ച് അതിന് മറുപടി പറഞ്ഞു. അത് ലാലേട്ടൻ ഭയങ്കരമായിട്ട് അത് ഹാപ്പി ആയിട്ട് ചിരിച്ചു, അത് പ്രേക്ഷകർ കണ്ടു. അതിനെ വിമർശിക്കാൻ ആരുമില്ല. ഇതെല്ലാം പോട്ടെ, സോഷ്യൽ മീഡിയയിൽ മറ്റെന്തൊക്കെ വിഷയങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ അറിയുന്നുണ്ട്. ഓരോ ദിവസം ഈ വന്ന ആഴ്ചയിൽ തന്നെ കൊലപാതകങ്ങൾ, പീഡനങ്ങൾ, അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ പീഡിപ്പിക്കൽ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച 3 ഉസ്താദ്മാർ ഒരു ആൺകുട്ടിയെ പീഡിപ്പിച്ച കഥ പുറത്തു വരുന്നത്. അങ്ങനെ പലതും, കൊലപാതകം, നരബലി, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള എന്തൊക്കെയോ ഇഷ്യൂസുകൾ, എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഓരോ ദിവസവും നമ്മൾ കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് പത്രങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും നമുക്ക് അറിയാൻ, അല്ലെങ്കിൽ സ്റ്റാറ്റസിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത് എന്താ, നമ്മൾ വിചാരിക്കാത്ത നമ്മളുടെ കുട്ടികളെ പല രീതിയിൽ മാനസികമായിട്ടും അല്ലാതെയും സ്വാധീനിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് തൊപ്പി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, അദ്ദേഹം ഒരു വളിയെക്കുറിച്ചുള്ള ഒരു 4 വരി പാട്ട് പാടുന്നു, ഗതാഗതം ഉണ്ടാക്കുന്നു, അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തു. നാടകം. എന്നെ സംബന്ധിച്ചുള്ള എനിക്കതാ ഫീൽ ചെയ്തത്. മറ്റുള്ളവരെങ്ങനെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അദ്ദേഹം നമ്മളെ കൾച്ചറിനെ ബാധിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും മുമ്പേ ഉണ്ടാക്കിയിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു കാരണം വെച്ച് അറസ്റ്റ് ചെയ്യാമായിരുന്നു. അദ്ദേഹം നഗ്നമായ കാര്യം, അത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് അക്കൗണ്ടിലാണ്, അല്ലെങ്കിൽ പ്രൈവറ്റ് പ്ലേസിലാണ് അദ്ദേഹം ചെയ്തത്. അതിനെതിരെ നമുക്ക് കേസെടുക്കാമായിരുന്നു, അല്ലെങ്കിൽ പോലീസിന് കേസെടുക്കാമായിരുന്നു. ഇനി അതല്ല, അതിനുശേഷം അദ്ദേഹം നമ്മളുടെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന നമ്മളുടെ മലയാളി മനസ്സുകളുടെ ഇടയിലേക്ക് ഭക്ഷണം എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി, അത് വെച്ചിട്ട് അദ്ദേഹം അത് ദുരുപയോഗപ്പെടുത്തിയ ഒരു സമയം ഉണ്ടായിരുന്നു. അതിനെ വിമർശിച്ചിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നല്ലതാണ്. ശരിയായ കാര്യങ്ങളിൽ പിന്നിലേക്ക് പോവാതെ വെറുതെ ഒരു കാരണമുണ്ടാക്കി ഒരു തൊപ്പി എന്ന് പറയുന്ന നിഹാലിൻ്റെ ഫ്ലാറ്റിൽ കയറുന്നു, രാത്രി 2 മണിക്ക് പോകുന്നു, വാതിൽ ചവിട്ടി പൊടിക്കുന്നു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു, സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു, ചോദ്യങ്ങൾ ചെയ്യുന്നു. 12 കൊല്ലത്തെ ജീവപര്യന്തം കിട്ടുന്ന കേസാണെന്നാണ് എല്ലാവരും വിചാരം. അങ്ങനെയൊന്നുമില്ല. ഇവിടെ ബലാത്സംഗം നടക്കുന്നു, ചെറിയ മക്കളെ കാണാതാവുന്നു, അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്നു, വിഷം കൊടുത്ത് കൊല്ലുന്നു, നരബലി നടത്തുന്നു, ഒന്നും അറിയാത്തവരെ മറ്റുള്ള രീതിയിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. എന്തൊക്കെ പ്രശ്നങ്ങൾ. ഇനി പറയാനുള്ളത് മാതാപിതാക്കളോടാണ്.
എല്ലാവരും സോഷ്യൽ മീഡിയയിൽ എഴുതുന്നുണ്ട് കുട്ടികളെ മാനസികമായിട്ട് മറ്റുള്ള രീതിയിലേക്ക് പ്രകോപനപ്പെടുത്തുന്ന രീതിയിലാണ് തൊപ്പിയുടെ വീഡിയോസ്, അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെ വളരെ മാനസികമായി പീഡിപ്പിക്കുന്ന രീതിയിലാണ്, അവരുടെ മൈൻഡ് ഫ്ലോപ്പ് ആവുന്ന രീതിയിലാണ്, അങ്ങനെ പല കാരണങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കെതിരെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു വോയിസ്. എന്ന് വെച്ചാൽ മക്കളെന്ന് പറയുന്നത് അവരുടെ അച്ഛൻ അമ്മ, അവരുടെ ശിക്ഷണത്തിൽ ആണ് ആദ്യ വിദ്യാഭ്യാസം. അതിനുശേഷമാണ് സ്കൂൾ ലൈഫ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ. സ്വന്തം അച്ഛനും അമ്മയിൽ നിന്നും പഠിച്ച് വളർന്നതൊന്നും ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ലോകം കറങ്ങിയാൽ കിട്ടത്തില്ല. അപ്പം മക്കളെ നല്ല രീതിയിൽ വളർത്തേണ്ടതും നല്ല സ്വഭാവത്തിൽ വളർത്തേണ്ടതും ഒരു അച്ഛൻ്റെയും ഒരു അമ്മയുടെയും അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ്. അത് തൊപ്പിയാണെങ്കിൽ തൊപ്പിയുടെ അച്ഛനും അമ്മയും വളർത്തിയ വളർത്തുദോഷം കൊണ്ടായിരിക്കാം തൊപ്പി അങ്ങനെ ആയിപ്പോയത്. എന്ന് വെച്ച് തൊപ്പിയെ അനുകൂലിക്കുന്ന ഈ പറയുന്ന 7ാം ക്ലാസ് വരെയുള്ള ചെറിയ കുട്ടികൾ അനുകൂലിക്കുന്നു എന്നുണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കത്തവണ്ണം അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവരുടെ മാതാപിതാക്കൾ. വളർത്തുദോഷം അതാണ് ഇവിടെ തൊപ്പിക്കും തൊപ്പിയുടെ ഫാൻസിനും സംഭവിച്ചിരിക്കുന്നത്. 5ാം ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഐഫോൺ ആയി കുട്ടികൾക്ക്. മാതാപിതാക്കൾ കൊടുക്കുന്നതാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടത് സെർച്ച് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എന്ത് സംഭവിക്കുന്നു എന്ന് അന്വേഷിക്കാൻ അച്ഛനോ അമ്മയ്ക്കോ സാധിക്കുന്നില്ല. കാരണം അവർ അതുപോലെ തന്നെ മൊബൈലിൻ്റെ പിടിയിലാണ്, സോഷ്യൽ മീഡിയയുടെ പിടിയിലാണ്. അമ്മ അവിടെ ടിക്ടോക്ക് ചെയ്യുന്നു, അച്ഛൻ ഇവിടെ ടിക്ടോക്ക് ചെയ്യുന്നു, അമ്മ അവിടെ വീഡിയോസ് എടുക്കുന്നു, അമ്മ വൈകുന്നേരം സീരിയൽ കാണുന്നു, അച്ഛൻ മദ്യപിച്ച് വരുന്നു. നല്ല രീതിയിൽ മക്കളെ സൃഷ്ടിച്ച് നല്ല രീതിയിൽ അവരെ നോക്കി നല്ല സ്വഭാവത്തിൽ പഠിപ്പിച്ച് മുമ്പോട്ട് പോകുന്ന മക്കളാരും തൊപ്പിക്ക് പിന്നാലെ പോയിട്ടില്ല. അങ്ങനെയല്ലാതെ അൺകൾച്ചറായി നടക്കുന്ന അമ്മമാരുടെയും അച്ഛന്മാരുടെയും മക്കളായിരിക്കാം ഈ തൊപ്പിയുടെ ഫാൻസായത്. ഇത് വലിയൊരു രാജ്യാന്തര ഇഷ്യൂസാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം തൊപ്പിയുടെ വളർത്തുദോഷമാണ് തൊപ്പിയെ അങ്ങനെ ആക്കിയത്. അതിന് കാരണക്കാരൻ തൊപ്പിയുടെ അച്ഛനും അമ്മയുമാണ്. തൊപ്പിയുടെ ചെറിയ കുട്ടി ഫാൻസുകൾ അതവരെ വരാനും അവരെ കാണാനും ഗതാഗത തടസ്സം ഉണ്ടാക്കാനും ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യാനും പ്രേരിപ്പിച്ചത് ഈ തൊപ്പി ഫാൻസിൻ്റെ ചെറിയ കുട്ടികളുടെ അച്ഛനും അമ്മയുമാണ്. ഒരു നിലവാരമില്ലാത്ത കുറേ ഇൻ്റർവ്യൂസ് ഉണ്ട്, ചെയ്യുന്ന പെൺകുട്ടികളുണ്ട്. എൻ്റെ പേരുകളൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. 15,000 റുപ്യ ഏതെങ്കിലും രീതിയിൽ പല വെറുതെ ഏതെങ്കിലും ഒരു വാചകമോ ഒരു വാക്കോ ക്ലിക്കായി കഴിഞ്ഞാൽ അവരെ പിന്നാലെ പോയി അങ്ങോട്ട് വിളിച്ചു ചോദിക്കും, 15,000 റുപ്യ ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഫേമസ് ആക്കി തരാം, വൈറലാക്കി തരാം. 15,000 റുപ്യ എവിടെയെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കി പോയി കഴിഞ്ഞാൽ ക്ലിക്കാണ്. കാരണം ഈ വിളിക്കുന്ന ചാനലുകളുടെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ലേഡീസിനൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ വെറുതെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസം തൊപ്പിയുടെ പിന്നാലെ ഈ കറങ്ങി നടന്ന പ്രേക്ഷകരൊക്കെ പൊട്ടന്മാരാണ്. നടന്നവരൊക്കെ ഈ പറഞ്ഞ പോലെ വളർത്തുദോഷമുള്ള കുട്ടികളാണ്. ചെയ്ത തൊപ്പിയും വളർത്തുദോഷത്തിൻ്റെ മിസ്റ്റേക്കാണ് ഇവിടെ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിലേക്ക് എത്തിയത്. അപ്പോൾ അറസ്റ്റ് ചെയ്ത ഈ 2 കാരണങ്ങളിൽ എൻ്റെ നിലപാട് ശരിയല്ല എന്നുള്ളതാണ്. തെറിപ്പാട്ട് പാടിയനോ തെറിയെന്ന് പറയാൻ വയ്യ. വളി എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിലെ ഒരു ഘടകമാണ്. അത് പലരും അത് മറച്ചു വെച്ച് ചെയ്യുന്നു, പലരും അത് ഓപ്പണായിട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ എത്രയോ വീഡിയോസ് ഉണ്ട്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു തൊപ്പി വന്നിട്ട് അങ്ങനെ പറഞ്ഞു വെച്ച് സ്വന്തം മക്കൾ വളരെ മോശമായിട്ട് പോകുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം എത്രയോ സിനിമകൾ ഇന്ന് നെറ്റ്വർക്കിംഗ് ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ മൊബൈൽ കയ്യിൽ കൊടുത്ത് എന്തൊക്കെ രീതിയിലുള്ള എത്ര സിനിമകൾ തിയേറ്ററിൽ വരെ. ഇപ്പം അടുത്തിറങ്ങിയ ചുരുളി എന്ന സിനിമയിൽ ജോജു ചേട്ടൻ്റെ ഒക്കെ ഡയലോഗുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പച്ചക്കല്ലേ വിളിച്ചു പറഞ്ഞത്. എത്ര ലക്ഷങ്ങൾ പ്രേക്ഷകർ, എത്ര കുട്ടികൾ അത് വാച്ച് ചെയ്തു. അതിന് ഗതാഗത തടസ്സമില്ലാന്ന് മാത്രമേ ഉള്ളൂ. കാരണം തിയേറ്ററിൽ പോയി കാണുന്നതാണ്. അതിൻ്റെ ഒരു വരി പോലും തയ്ച്ച് ഈ തൊപ്പിയോടെ പാടിയിട്ടില്ല. അപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടത് അദ്ദേഹം ആദ്യം ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. നഗ്നതാ പ്രദർശനം, അല്ലെങ്കിൽ ഭക്ഷണത്തെ നിന്ദിക്കുക, അങ്ങനെയുള്ള കാരണങ്ങൾ ഇതിന് മുമ്പേ ചെയ്തിരുന്നു. അതും സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നു. അന്നേ ഇതിനൊരു അറസ്റ്റോ അന്നേ ഈ ഒരു തൊപ്പിയെ പിടിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മുമ്പോട്ട് വിടുകയോ ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇവിടെ ഒരു വളിപ്പാട്ടും ഒരു വളിക്കേസും ഉണ്ടാകുമായിരുന്നില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇന്നാച്ച പാട്ടുകാരൻ. ഇത് വൈറലാകാൻ വേണ്ടിയിട്ടല്ല, ഞാൻ ഒരിക്കൽ വൈറലായതാണ്. ഓക്കെ, ബൈ.